കേരളത്തെ നടുക്കിയ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പുതിയ വെളിപ്പെടുത്തലുകൾ പുറത്തുവരുമ്പോൾ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ കടുത്ത പ്രതിരോധത്തിലാവുകയാണ്. എന്നെ കുടുക്കിയവരെയൊക്കെ ഞാനും തിരിച്ചു കൊടുക്കുമെന്ന് ജാമ്യം കിട്ടിയതിന് പിന്നാലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ പരസ്യ പ്രസ്താവന ഇപ്പോൾ അന്വർത്ഥമാകുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പോറ്റിയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് ആവർത്തിച്ചു പറഞ്ഞിരുന്ന മന്ത്രിയുടെ വാദങ്ങൾ ഓരോന്നോരോന്നായി പൊളിയുകയാണ്. വെറുമൊരു പരിചയത്തിൽ നിന്ന് ആഴത്തിലുള്ള സൗഹൃദത്തിലേക്കും പിന്നീട് പോറ്റിയുടെ വീട്ടിലെ വിരുന്നുകാരൻ എന്ന നിലയിലേക്കും കടകംപള്ളിയുടെ പേര് ഈ കേസിൽ അകപ്പെട്ടിരിക്കുന്നു, വലിച്ചിഴക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അയൽവാസിയായ വിക്രമൻ നായരുടെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഈ കേസിൽ പുതിയ വഴിത്തിരിവുണ്ടാക്കിയിരിക്കുന്നത്. മന്ത്രിയുടെ കാലത്ത് കടകംപള്ളി സുരേന്ദ്രൻ പലതവണ പോറ്റിയുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. വെറും ഒരു സന്ദർശനമായിരുന്നില്ല അത്. ആദ്യ തവണ വന്നപ്പോൾ ഉടൻ മടങ്ങിയെങ്കിലും പിന്നീട് വന്നപ്പോൾ അവിടെ നിന്ന് ഉച്ചഭക്ഷണം കൂടി കഴിച്ചാണ് മന്ത്രി മടങ്ങിയത്. ഒരു സാധാരണ ഭക്തൻ എന്ന നിലയിൽ മാത്രം അറിയാവുന്ന ഒരാളെ വീട്ടിൽ ഒരു മന്ത്രി എന്തിന് ഇത്രയധികം തവണ സന്ദർശനം നടത്തി എന്ന ചോദ്യം പ്രസക്തമാണ്. അവിടെ നടന്നത് വെറും സൗഹൃദ സംഭാഷണങ്ങൾ മാത്രമായിരുന്നോ, അതോ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനകൾക്ക് അവിടെ തുടക്കമിട്ടിരുന്നോ എന്നും അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട്. ആരോപണങ്ങൾ ശക്തമായതോടെ കടകംപള്ളി സുരേന്ദ്രൻ തന്നെ ഇപ്പോൾ ചില കാര്യങ്ങൾ സമ്മതിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ട് എന്ന കാര്യം അദ്ദേഹം ഇപ്പോൾ അംഗീകരിക്കുന്നു. എന്നാൽ അത് 2017 ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പുതിയ ന്യായീകരണം. പോലീസ് അകമ്പടിയോടെയാണ് പോയതെന്നും പോറ്റി ഒരു അയ്യപ്പ ഭക്തനായി മാത്രമാണ് കണ്ടിട്ടുള്ളത് എന്നും അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും ഈ സന്ദർശനം അന്വേഷണ സംഘത്തെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു എന്നാണ് മന്ത്രിയുടെ അവകാശവാദം. എന്നാൽ ഇന്നത്തെ പോറ്റിയല്ല അന്ന് കണ്ട പോറ്റി എന്ന് കടകംപള്ളിയുടെ വിശദീകരണം കൊള്ള നടന്ന കാലയളവുമായി ചേർത്ത് വായിക്കുമ്പോൾ ദുരൂഹത ഏറുകയാണ്. ആദ്യം പറഞ്ഞത് എനിക്ക് പരിചയമേ ഇല്ല എന്നായിരുന്നു, പിന്നീട് പറഞ്ഞു ചെറുതായിട്ടറിയാമെന്ന് പറഞ്ഞു, പിന്നീട് പറഞ്ഞു പരിചയമുണ്ട് എന്ന് പറഞ്ഞു. ഇതാ ഇപ്പോൾ വീട്ടിൽ കയറുന്നവനായി മാറുകയാണ്. വെറും ഇത് കയറുകയല്ല, വിരുന്നുകാരനായി മാറുന്ന കാഴ്ചയാണ്. ഉച്ചഭക്ഷണം കഴിച്ചവനായിട്ടാണ്. അത് ആരാണ് പറയുന്നത്? അയൽക്കാരൻ തന്നെയാണ്. എന്താണെങ്കിലും ഒറ്റ ഒരുത്തിനെയും വെറുതെ വിടരുത് എന്ന കോടതിയുടെ കർശന നിലപാടാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തെ സജീവമാക്കിയിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഉന്നതരുടെ പങ്ക് അന്വേഷിക്കണമെന്ന കോടതി ഉത്തരവ് SITക്കും EDക്കും വലിയ ഊർജ്ജമാണ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ ED നടത്തിയ മിന്നൽ പരിശോധന ഇതിന്റെ വ്യക്തമായ സൂചനയാണ്. മണി ലോണ്ടറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മന്ത്രിയുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ വല്ലതും നടന്നിട്ടുണ്ടോ എന്നാണ് കേന്ദ്ര ഏജൻസികൾ പ്രധാനമായി നോക്കുന്നത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അതീവ രഹസ്യമായ നീക്കങ്ങളാണ് പോലീസ് നടത്തുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് ഷാഡോ പോലീസ് വളഞ്ഞിട്ട് പിടിച്ചതുപോലെ അതീവ ജാഗ്രതയോടെ മുൻ മന്ത്രിയെയും അന്വേഷണ സംഘം നിരീക്ഷിച്ചു വരികയാണ് എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ എന്നറിയപ്പെടുന്ന കടകംപള്ളിക്ക് ചുറ്റും ഷാഡോ പോലീസിന്റെ വലയമുണ്ടെന്നതാണ് പുറത്തുവരുന്ന ഓരോ സൂചനയും. ഇനി രക്ഷപ്പെടാൻ കഴിയില്ലെന്ന തിരിച്ചറിവിലാകാം സന്ദർശന വിവരം മന്ത്രി തന്നെ ഇപ്പോൾ തുറന്ന് സമ്മതിക്കുന്നത്. ശബരിമലയിലെ കട്ടിളപ്പാളിൽ നിന്ന് സ്വർണം മാറ്റിയ കേസിലും ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണ്ണ മോഷണത്തിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൃത്യമായ പങ്കുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി കഴിഞ്ഞതാണ്. ഭഗവാന്റെ ചൈതന്യത്തിന് കാവൽ നിൽക്കേണ്ടവർ തന്നെ കവർച്ചക്ക് കൂട്ടുനിന്നപ്പോൾ അവർക്ക് രാഷ്ട്രീയ സംരക്ഷണം ലഭിച്ചിട്ടുണ്ടോ എന്നാണ് ഇനി കേരളം ചോദിക്കുന്ന ഒരു വലിയ ചോദ്യം. തന്ത്രിയല്ല, മറിച്ച് അധികാരത്തിന്റെ തണലിലിരിക്കുന്ന ചില ദൈവതുല്യനായ മന്ത്രിമാരാണ് ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലെന്ന ആരോപണം ഇപ്പോൾ ഏതാണ്ട് ഉറപ്പിക്കുകയാണ്. പോറ്റിക്ക് ജാമ്യം ലഭിച്ചെങ്കിലും കട്ടിളപ്പാളി കേസിലെ തെളിവുകൾ അദ്ദേഹത്തിന് വലിയ തിരിച്ചടിയാണ്. അദ്ദേഹം നൽകുന്ന ഓരോ മൊഴിയും ഓരോ വെളിപ്പെടുത്തലും ഇപ്പോൾ പല ഉന്നതരുടെയും ഉറക്കം കെടുത്തുന്നു. ഷാഡോ പോലീസിന്റെ നിരീക്ഷണത്തിൽ കഴിയുന്ന മുൻ മന്ത്രിക്ക് ഇനി എത്ര നാൾ സത്യങ്ങൾ മറച്ചു വെക്കാനാവും? കോടതിയുടെ കടുംപിടുത്തവും അന്വേഷണ ഏജൻസികളുടെ നീക്കങ്ങളും കാണുമ്പോൾ കേരളം കണ്ട ഏറ്റവും വലിയ ക്ഷേത്രങ്ങളുടെ യഥാർത്ഥ സൂത്രധാരന്മാർ വൈകാതെ തന്നെ അഴിക്കുള്ളിലാകുമെന്ന് ഉറപ്പാണ്.